ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് സൂരജ്. ഞാനിപ്പോ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ ബെൽറാറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്ന് മുതൽ ഒരു 14 ദിവസത്തേക്ക് ഒരു നീണ്ട യാത്രയിലാണ്. അതായത് ഇൻസൈഡ് ഓസ്ട്രേലിയ തന്നെ നമ്മൾ ഈ വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ക്വീൻസ്ലാൻഡിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി പോകണം. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓരോരോ ദിവസങ്ങൾ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഒറ്റ സ്ട്രെച്ച് നമ്മളെ സിഡ്നിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. സിഡ്നിയിലേക്ക് 1000 കിലോമീറ്റർ തികച്ചില്ല, 975 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട്. നമ്മളിപ്പോ കാലത്ത് 7 മണിയായിട്ടുണ്ട്. നമ്മൾ കാലത്ത് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതാ. പക്ഷെ പിള്ളേരെല്ലാം റെഡിയാക്കി ഇറങ്ങാനായപ്പോഴത്തേക്കും നോക്കുമ്പോൾ സമയം 7 മണി. എന്തായാലും നമ്മളിപ്പോ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും നിങ്ങളും വായോ നമ്മളുടെ ഈ ട്രിപ്പിന് ഞങ്ങളുടെ കൂടെ. വണ്ടിയില് സാധനങ്ങൾ കംപ്ലീറ്റ് ലോഡ് ചെയ്ത് വെച്ചേക്കോണേ. വണ്ടിയുടെ അത് ഫുള്ള് ലോഡാണ്. 14 ദിവസത്തേക്കുള്ള നമ്മളെ ഡ്രസ്സും ഐറ്റംസും എല്ലാം ലോഡ് ചെയ്ത് ഇതുണ്ടോ നിറച്ച് സാധനങ്ങൾ കയറ്റി വെച്ചേക്കുക. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ അധികം സാധനങ്ങൾ കയറ്റില്ല, കാര്യം പിള്ളേർക്ക് ഇരിക്കേണ്ടതായതുകൊണ്ടും നമുക്ക് കംഫർട്ട് വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അധികം സാധനങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കേണ്ട സ്ഥലത്ത് അധികം വെച്ചിട്ടില്ല. കുറച്ചൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇനഫ് സ്പേസ് ഫ്രണ്ടിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. ഇത് നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ വഴികളാണ്. നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം നമ്മളെ എസ്റ്റേറ്റിൽ നിന്ന്. പിള്ളേരുടെ സ്കൂൾ വെക്കേഷൻ ആണ്, അതുകൊണ്ടാണ് നമുക്ക് 14 ദിവസം നമുക്ക് സമയം കിട്ടിയത്. അപ്പൊ ഞാനും ട്രീസയും ആനുവൽ വെക്കേഷൻ എടുത്തു. നമ്മള് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാംഗറൂസിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് വിചാരിച്ചോ. 2 മണിക്കൂർ കഴിഞ്ഞു വണ്ടി എടുത്തിട്ടേ. അപ്പം ഒരു ട്യൂണ സാൻഡ്വിച്ച്, ട്യൂണ റാപ്പ് അത് കൊണ്ടുവന്നു കേട്ടോ. അതാ കഴിച്ചോണ്ടിരിക്കണേ. എങ്ങനെയുണ്ട്? ദൈവത്തിന് ഇഷ്ടപ്പെട്ടാടി റാപ്പ്? ഇറ്റ് സൂപ്പർ. താഴെയല്ലേ കേട്ടാ, ഇഷ്ടപ്പെട്ടാ റാപ്പ്? കഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാം കേട്ടാ. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല നല്ല കാഴ്ചകൾ കാണാറുണ്ട് ഇഷ്ടംപോലെ. നമ്മള് സിറ്റി വിട്ട് ഇറങ്ങണം ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് ആ കാഴ്ച കാണിച്ചിട്ട് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഏകദേശം പകുതി ദൂരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 1 മണി, കറക്റ്റ് 1 മണി. നമ്മളിപ്പം വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്, ഒരു റെസ്റ്റ് ഏരിയയിൽ. നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനും ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമല്ലോ. നമ്മൾ ഇടക്കിടക്ക് ഓരോരോ റെസ്റ്റ് ഏരിയയിൽ നിർത്തുന്നുണ്ട്. ഇതാണ് മോട്ടോർ വേയിൽ കൂടെ പോകുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു പാർക്കിംഗ് അവര് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടോ ആ ചെറിയൊരു ബിൽഡിങ്, അതിൻ്റെ അകത്ത് റെസ്റ്റ് ഏരിയ എല്ലാം. അപ്പോൾ നമ്മളുടെ മോട്ടോർ വേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഈ പാർക്കിങ്ങിലാണ് നമ്മൾ കയറ്റിയിട്ട കേട്ടോ. ഇതാണ് റെസ്റ്റ് ഏരിയ. നമ്മളവിടെ പോയി ടോയ്ലറ്റിലെല്ലാം പോയി മുഖക്കെല്ലാം കഴുകി വരാം. ട്രീസ് ഓൾറെഡി ടോയ്ലറ്റിൽ പോയി. എങ്ങനെയുണ്ട്? ക്ലീൻ ഉണ്ടോ? ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഞാനും പോയിട്ട് വരാൻ. എന്തായാലും ഫ്രണ്ട്സ്, നിങ്ങളെ ഞാൻ ടോയ്ലറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞതാണ്, എങ്കിലും നിങ്ങളത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വൃത്തിയെല്ലാം ഉണ്ട്. ഇതുണ്ടല്ലേ, സോപ്പ് ഉണ്ട്, ടിഷ്യൂ പേപ്പർ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഷാർപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സിറിഞ്ചസ് ആണെങ്കിലും, അതായത് എന്താ പറയാ, ഡയബറ്റീസിനൊക്കെ ഉള്ള ആൾക്കാർ ഇൻസുലിൻ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഇട്ടോക്കാം. നമ്മള് വണ്ടിക്ക് പെട്രോൾ എല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ്. അപ്പോൾ ഭക്ഷണം കഴിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. ചോറ്, ചിക്കൻ, മോരുചാറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ പെട്രോൾ അടിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്കിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. 2, 3 സ്റ്റാർട്ട്. സൂപ്പർ. അപ്പൊ നമ്മള് ഭക്ഷണം എല്ലാം വിളമ്പിട്ടാ. ചോറ്, ചിക്കൻ കറി ഇതുണ്ടല്ലേ. ബേബിക്ക് വിശന്നാ? ബേബി കുനി ലൂക്കാസിന് വിശന്നാ? പപ്പ വരുത്തരാ.
ലൂക്കാസിന് ഈ പാർക്ക് ഇഷ്ടപ്പെട്ടോടാ? എന്നാ വേഗം പാപ്പം കഴിച്ചിട്ട് പോയി കളിച്ചോട്ടാ. നമ്മൾ ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ട്. അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ B&Bയിൽ കയറിയിട്ടാ. B&B അല്ല, ശരിക്കും പറഞ്ഞാൽ മോട്ടറാണിത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് മോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തേട്ടോ. ഇന്ന് രാത്രി സ്റ്റേ ചെയ്ത് കിടന്നുറങ്ങാൻ കാലത്ത് കഴിഞ്ഞിട്ട് പോവാം എന്നുള്ള ഉദ്ദേശം മാത്രമേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാട്ടോ നമ്മളുടെ മെയിൻ ഡോർ കയറി വന്നിട്ടുണ്ടെങ്കിൽ TV ഉണ്ട്, ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ക്വീൻ സൈസ് ബെഡ് ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ പോലെ ഒരു സെറ്റപ്പ്. പിന്നെ ഒരു സിംഗിൾ ബെഡ്. പിന്നെ കുറച്ച് ഡ്രോയേഴ്സ്. പിന്നെ ഇതുണ്ട് നമ്മളുടെ AC അല്ലെങ്കിൽ ഹീറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാറ്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇവിടെ. ഒരു നല്ല ചിൽഡ് ബിയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ കുഞ്ഞു ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കാം. അപ്പോൾ ബേബിക്കും ലൂക്കാച്ചിൻ്റെ രാത്രിത്തെ ഡിന്നർ കഴിച്ചു കൂട്ടാം. നമ്മൾ കാലത്തെ കൊണ്ടുവന്ന ചോറും ചിക്കൻ കറിയും തന്നെ ഉണ്ടായിരുന്നേ ഞങ്ങൾക്ക്. അങ്ങനെ ബേബിക്കും ലൂക്കാച്ചിനും നമ്മൾ രാത്രിത്തെ ഭക്ഷണം കൊടുത്തു കൂട്ടാ. നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടായിരുന്നേ ബാക്കി. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് രാത്രിയും കഴിച്ചത്. ചോറും ചിക്കൻ കറിയും മോരുചാറും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളുടെ ഈ ഇന്നത്തെ ദിവസം ഫുള്ള്, അതായത് ഏർലി മോർണിംഗ് തുടങ്ങി രാത്രി വരെ ഫുള്ള് യാത്രയായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ല നല്ല കാഴ്ചകളൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും എന്ന് വിചാരിക്കാം. അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.